السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. صدق الله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനപ്പെട്ട താജുശ്ശരീഅ അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ. എല്ലാവരും ഇരിക്കും. ബഹുമാനികളെ, ഇത് ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, മസ്ജിദ്, ഇതിൻ്റെ ഉള്ളിൽ കുറേ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്, ഈ സ്ഥാപനത്തിന് എൻ്റെ അറിവനുസരിച്ച് നല്ല പുരോഗതിയുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് നല്ല നിലവാരമുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ഒന്ന് മാത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മച്ചമ്പാടി ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാൻ അവരുടെ ഇഖ്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ടവരെ എനിക്ക് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടാളും മുത്തഅല്ലിമീങ്ങളായ കാലത്ത് അടുത്തടുത്ത ദർസുകളിൽ ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അവർ മഞ്ഞനാടിയിൽ പഠിക്കുന്നു, ഞാൻ കിഡ്നിത്ത്. അന്ന് തന്നെ പരിചയമുണ്ട്. ഇതപ്പോൾ അത് ഏകദേശം 1964-65 കാലങ്ങളിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മുതൽ ഇന്ന് വരെയും ഇൽമു പഠിച്ച് അവർ ദർസിൻ്റെ പഠനം പൂർത്തിയാക്കിയത് തന്നെ വളരെയധികം ഇഖ്ലാസോട് കൂടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായിരുന്നു അന്നുള്ള ചുറ്റുപാട്. ഇന്നുള്ള പോലത്തെ സൗകര്യങ്ങളും മറ്റൊന്നും ഇല്ല. പൊതുവിലുള്ള സൗകര്യമില്ല. സ്വന്തം കുടുംബത്തിലും അങ്ങനെ സൗകര്യമില്ലാത്ത ഒരവസ്ഥയാണ് അന്നുള്ളത്. അത് അവരുടേത് എന്ന് മാത്രമല്ല, വളരെയധികം ആളുകളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇഖ്ലാസോടു കൂടി പഠിച്ചു, ബിരുദമെടുത്ത് പിന്നെയുള്ള ലക്ഷ്യം ഒരു ദർസ് വേണം, അങ്ങനെ പ്രചരിപ്പിക്കണം എന്നാണ്. അങ്ങനെ ദർസ് തുടങ്ങി, ഒരുപാട് കാലം ദർസ് നടത്തി. അങ്ങനെ
മാണിയിൽ ചെറിയ ഒരു പരിപാടി തുടങ്ങി. എന്താ, കുറേ കിതാബുകൾ ശേഖരിക്കണം. അങ്ങനെ അത് ശേഖരിച്ച് അത് വായിച്ച് മനസ്സിലാക്കാനുള്ള പഠിക്കാനുള്ള ആളുകൾ വേണം. അവരിവിടെ വരണം. അവർക്കുള്ള വന്നാലുള്ള താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും എല്ലാം ഉണ്ടാക്കി. അന്ന് പൈസ ഉണ്ടായിട്ടുമല്ല, ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിട്ടുമല്ല, ഒട്ടാകെ മഞ്ചദ്ദ വജദ എന്നുള്ള അവസ്ഥയിൽ ആ ശ്രമം അവരെ ഈ നിലക്കെത്തിച്ചു. ആ ഇഖ്ലാസാണ് ഇവിടെ നിലനിന്ന് കാണുന്നത്. ഇത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതിരിക്കുന്നൊരു കാര്യമാണ്. ഇഖ്ലാസോട് കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് പലതും ഇവിടെ ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സാധിക്കും. അല്ലാഹു തആല സഹായിക്കും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ ആരാണോ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി അധ്വാനിക്കുന്നത്, അവരെ നമ്മളുടെ ശരിയായ മാർഗത്തിലേക്ക് എത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം വളരെയധികം കഷ്ടപ്പെട്ടും കൊണ്ടായിരുന്നു. സ്ഥാപനമുണ്ടാക്കി ഇവിടെ ദുനിയാവിൽ വലിയ പേര് കേൾക്കണം, അതല്ലെങ്കിൽ അതുകൊണ്ട് കുറേ പണമുണ്ടാക്കണം, സുഖിക്കണം എന്നുള്ള ആ ഉദ്ദേശം ആയിരുന്നില്ല. അത് എന്നും അങ്ങനെ തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ആ ഇഖ്ലാസ് കൊണ്ട് ഇത് വളർന്നു. ആ ഇഖ്ലാസുള്ള ജീവിക്കുന്ന മനുഷ്യൻ്റെ ഈ പ്രവർത്തനത്തിൽ ഒരുപാട് ആളുകൾ സഹകരിച്ചു. ആ സഹകരണവും അങ്ങനെ തന്നെ ഞാൻ നേരിട്ട് അവരോട് തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നൊരു തന്ത്രമൊന്നും നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, പിന്നെ ഇതുണ്ടായതോ ഇത് ഒരു അത്ഭുതം തന്നെയാണ്. ഇഖ്ലാസോടെ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ, പണ്ഡിതന്മാരും അല്ലാത്തവരും മക്കളും അല്ലാത്തവരും എല്ലാവരും സഹകരിച്ചു. ഇതിങ്ങനെ വളർന്നു. ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് നിലനിൽക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണെന്ന്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ദിക്ർ, ഖുർആൻ, അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിനെ നമ്മൾ ഇറക്കി ഈ ലോകത്തേക്ക്, അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ദീനിനെ നമ്മൾ കാത്ത് സലാമത്താക്കും, രക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? അതിൻ്റെ ആദ്യത്തെ കാവൽഭടന്മാര് ആര്? മഹാന്മാരായ മുർസലീങ്ങളും അമ്പിയാക്കളും ആണ്. അവരെ കാലം കഴിഞ്ഞാൽ അവരെ അവകാശികളായി ഇവിടെ നമ്മളോട് അറിയിച്ചത് ആരെയാണ്? ഉലമാ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ അമ്പിയാക്കന്മാരുടെ വാരിസികളാണ്, അനന്തര അവകാശികളാണ്. അവരുടെ അവകാശം എന്താണ്? ദീനാറോ ദിർഹമോ അല്ല, പണമല്ല അമ്പിയാക്കളുടെ അവകാശം. ഇന്നാ മആശറൽ അംബിയാ ഇല്ലാ നൂറസു വമാ തറക്നാഹു സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ കൂട്ടം മുഴുവൻ, ഞങ്ങൾ അനന്തരമെടുക്കുന്ന ആളില്ല മുതല്. ഞങ്ങൾ വഫാത്താകുമ്പോൾ വല്ല മുതലും ഉണ്ടെങ്കിൽ മാ തറക്നാഹു സദഖ, ഞങ്ങൾ ഉപേക്ഷിച്ചത് സദഖയാണ്. അത് പൊതു സ്വത്താണ്, സാർവജനിക മുതലാണ്.
പൊതു ആവശ്യത്തിന് വേണ്ടി അത് ചെലവഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കളുടെ അവകാശികൾ ഉലമാക്കൾ എന്തിന്റെ ഇൽമാണ് അവരെ അനന്തരമായി ഇവിടെ വിട്ടുപോയത്. അതിന്റെ അവകാശികൾ ഉലമാക്കളാണ്. അമ്പിയാക്കളുടെ അവകാശികൾ ഈ ഉലമാക്കൾ. ഇവിടെ ഈ ദീനിന്റെ കാര്യം അതിനുവേണ്ടി അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചതാണ്. അതിന് അവർ ഉത്തരവാദികളാണ്. ഇവിടെ ദീനിന് എതിരായി വല്ലതും നടക്കുമ്പോൾ, തെറ്റ് ജനങ്ങൾ ചെയ്തു, അവർ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഉലമാഇനെ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അവരെ കൊണ്ട് സാധിക്കുന്ന പ്രവർത്തനം അവർ നടത്തണം. അത് ഉലമാക്കളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ അവകാശികളാണ് ഉലമാക്കൾ. അവർക്ക് വലിയ സ്ഥാനവും റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അത് അവര് ഉലമാക്കൾ സ്വന്തമായി അറിഞ്ഞിരിക്കേണ്ടതും ആണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉലമാക്കൾ ആരാണ്? അവര് ഖൈറുൽ ബറിയയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഖൈറുൽ ബറിയ. ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബറിയ. ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ, സാലിഹായ അമൽ ചെയ്യുന്നവരെ അല്ലാഹു ഖൈറുൽ ബറിയ എന്ന് പറഞ്ഞു. ആ ഖൈറുൽ ബറിയ എന്ന് പറഞ്ഞ ആ കൂട്ടരെ സംബന്ധിച്ച് അവർക്കുള്ള പ്രതിഫലം സ്വർഗവും അതിന്റെ ബഹുമാനവും പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. അത് റബ്ബിനെ പേടിച്ച ആളുകൾക്കാണ്, അല്ലാഹനെ പേടിച്ച ആളുകൾക്ക്. ആരാണ് അല്ലാഹനെ പേടിക്കുന്നവര്? ആരാണ് അല്ലാഹുവിനെ പേടിക്കുന്നവര്? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അല്ലാഹുവിനെ പേടിക്കുന്നത് ഉലമാക്കളാണ്. ഉലമാക്കൾ മാത്രം. ഇന്നമാ കൊണ്ട് തുടങ്ങി പറഞ്ഞാൽ അങ്ങനെയാണ്, ഉലമാക്കൾ മാത്രം. എന്ത് ഉലമാ? അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിന്റെ ദീൻ അറിയണം. ആര്? അല്ലാഹുവിനെ പേടിക്കുന്നവര്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നു. അല്ലാഹുവിനെ പേടിക്കുന്നവര് ആരാണ്? അവര് ഖൈറുൽ ബറിയയാണ്. എന്താ ഖൈറുൽ ബറിയ പറഞ്ഞ്? ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. അവര് ഈ ഖൈറുൽ ബറിയാണ്. അവർക്ക് പറഞ്ഞ ആ പ്രതിഫലം അത് അല്ലാഹുവിനെ പേടിച്ച ആൾക്ക്. അല്ലാഹുവിനെ പേടിക്കുന്നവര് ആരാണ്? അവർ ഉലമാക്കളാണ്. ഇതിൽ നിന്ന് കിട്ടി അല്ലദീന യഖ്ശൂനല്ലാഹ ഹുമുൽ ഉലമാ. ഉലമാഅാണ് അല്ലാഹുവിനെ പേടിക്കുന്നവർ അല്ലേ? ഉലമാക്കളാണ് അല്ലാഹുവിനെ പേടിക്കുന്നത്. അതേപോലെ ഖൈറുൽ ബറിയയാണ് അല്ലാഹുവിനെ പേടിക്കുന്നവര്. അല്ലാഹുവിനെ പേടിക്കുന്നവര് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമര്. അപ്പോഴെന്തായി? ഉലമാക്കളാണ് അല്ലാഹുവിനെ പേടിക്കുന്നത് എന്ന് പറയും. ഉലമാ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അവർ ഖൈറുൽ ബറിയയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സ്ഥാനമാണ്. ആരും ഇതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. അള്ളാഹിന്റെ ഖുർആനാണിത്. ഈ ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കണം, അല്ലെങ്കിൽ മുഅ്മിനല്ല. അള്ളാഹിനെ പേടിക്കുന്നവര് അവർ ഉലമാക്കളുടെ എത്ര അധികമുണ്ട്, അത്ര അള്ളാഹുവിന്റെ ഖശിയത്ത് ഉണ്ടാവും, ഭയമുണ്ടാവും. അള്ളാഹുവിനെ എത്ര അറിയും അത്രത്തോളം പേടി. അള്ളാഹ് അറിയാത്തവനിക്ക് അള്ളാഹുടെ പേടിയില്ല. എന്താ, ഒരു പാമ്പിനെ അറിഞ്ഞാൽ പാമ്പ് അതിലൂടെ അങ്ങോട്ട് വന്ന് ശ്വാസിൽ കടന്നു എല്ലാവരും എണിച്ചോടും.
നല്ല മൂർഖൻ പാമ്പ് വിഷമുള്ളത്. എന്താ? പാമ്പിനെ പറ്റി അറിയാം. പാമ്പിനെ പറ്റി അറിയാത്ത ചെറിയൊരു കുട്ടി, ആ കുട്ടിന്റെ മുമ്പിൽ പാമ്പ് വന്നിങ്ങനെ താഴാത്തി നിന്നാലോ ആ കുട്ടി പാമ്പിനെ പിടിക്കാൻ പോവും. എന്താ? പാമ്പിനെ സംബന്ധിച്ച് അറിയുകയില്ല. അല്ലാഹുവിനെ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടണമെങ്കിൽ ആരാണ്? അല്ലാഹുവിനെ അറിയുന്ന ഉലമാക്കൾ ആവണം. അവർ ഈ ഉമ്മത്തിന്റെ നേതാക്കളാണ്. അവർക്ക് വലിയ സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. വലിയ സ്ഥാനം വെച്ചിട്ടുണ്ട്. എത്രത്തോളം സ്ഥാനം? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ആലിമിന്റെ സ്ഥാനം നിങ്ങൾക്ക് അറിയുമോ? എന്താ? മൗത്തുൽ ആലിമി മുസീബത്തുൻ ലാ തുസദ്ദു ലാ തുജ്ബറു. ഒരു ആലിം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവുകയാണെങ്കിൽ അതൊരു മുസീബത്താണ്, അതിന് പരിഹാരമില്ല. വസിൽമത്തുൻ ലാ തൻസദ്ദു. അടഞ്ഞു പോകാത്ത കൂടാത്തിരിക്കുന്ന ഒരു മുറിയാണ്, ഒരു പൊട്ടലാണ് വന്നത്. വഹുവ നജ്മുൻ തുമിസ്. പണ്ഡിതൻ ഒരു നക്ഷത്രമാണ്, മരിച്ചാൽ ആ നക്ഷത്രം പൊലിഞ്ഞു പോയി, അതിന്റെ പ്രകാശമില്ല, അത് കെട്ടുപോയി. മൗത്തു ഖബീലത്തിൻ ഐസറു മിൻ മൗത്തിൽ ആലിമിൻ. വലിയൊരു ഗോത്രം തന്നെ, വലിയ സമൂഹം തന്നെ മരിച്ചു പോക്ക് ആലിമിന്റെ മരണത്തെ അപേക്ഷിച്ചതൊരു പ്രശ്നമേ അല്ല. ആലിമിന്റെ മരണം കൊണ്ടാണ് ഇവിടെ വലിയ നാശമുണ്ടാവുന്നത്. ആലിം വേണം. ആലിം ഈ ഉമ്മത്തിന്റെ നേതാവാണ്. നേതാക്കളായ ഉലമാക്കൾ ജനങ്ങളെ നല്ലതിലേക്ക് നയിക്കേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തം അവരുടേതാണ്. ആലിമിന് വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ, മീനുകൾ പൊറുക്കലിനെ തേടും, ഉറുമ്പുകൾ പൊറുക്കലിനെ തേടും. എന്താ? ഉലമാക്കളെ കൊണ്ടാട് നീതി ഇവിടെ നിലനിൽക്കുക. അത് ഇവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും ഈ ചെറിയ പുഴുക്കളും മറ്റും എല്ലാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ആലിമിന് സർവ്വ വസ്തുക്കളും ദ്വാരക്കുന്നു. മൃഗങ്ങൾ, ജീവികൾ എല്ലാവും മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് രക്ഷ ഈ ഉലമാനെ കൊണ്ടാണ്. അത് മനസ്സിലാക്കാത്തവര് ഉണ്ടെങ്കിൽ ഒരു വിഭാഗം ഇൻസുകളും ജിന്നുകളും ആണ്. അത് മനസ്സിലാക്കാത്തവർ വിവരിച്ചതായി കാണാം. മൃഗങ്ങൾ എന്തിന് ഇങ്ങനെ ഉലമാഇനി മത്സ്യങ്ങളും ഉറുമ്പുകളും ഒക്കെ പൊറുക്കലിനെ തേടുന്നു? അത് ഇവിടെ നീതിയും ദയയും എല്ലാം പഠിപ്പിക്കുന്നവർ ഉലമാക്കളാണ്. അതിനൊരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പല്ലി എന്നൊരു ജീവിയുണ്ടല്ലോ, ചെറുത് പല്ലി. നമ്മളെ പുരയിലെല്ലാം ഉണ്ടാവും, പുരയിലുണ്ടാവും, പള്ളിയിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അതിനെ കൊല്ലണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. ഭയങ്കര ഉപദ്രവിക്കുന്നതാണത് പല്ലി. ആ പല്ലിയെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ നബി പറഞ്ഞു, സഹീഹായ ഹദീസുണ്ട്, പല്ലിനെ ഒറ്റ അടി കൊണ്ട് ഒരാൾ കൊന്നാൽ അവന് 100 കൂലിയുണ്ട്. അടി 2 പോയാലോ അവന് കൂലി 10, 90 കുറഞ്ഞുപോയി. 3ാമത്തെ അടിയായാലോ പിന്നെ എല്ലാത്തിനും കിട്ടുമ്പോൾ മിനിമം മാത്രം 1 കൂലി, 1 ഉള്ളൂ. ആദ്യത്തെ അടി കൊണ്ട് കൊന്നാൽ 100 കൂലി കിട്ടും. എന്താ അതിന് കാരണം? അതിന് കാരണം മറ്റൊന്നുമല്ല. മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവരുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു. അതുപോലെ മറ്റ് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്താ? അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിസ്ല. ഒരു കൊല്ലേണ്ട ജീവിനെ നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചാൽ അതിനെ കൂടുതൽ വേദനിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അതിനെ കൊന്നുകളയണം. ഒറ്റ അടിക്ക് കൊന്നാൽ ആ പല്ലി കുറെ വേദന അനുഭവിക്കാനില്ല. കൊല്ലപ്പെടേണ്ടത് ഇരിക്കുന്ന ജീവിയോട് വരെ
ദയ കാണിക്കണം എന്ന് ഇവിടെ അമ്പിയാക്കളിൽ നിന്ന് മുർസലീങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി ഈ ലോകത്തേക്ക് പഠിപ്പിക്കുന്നവര് ഉലമാക്കളാണ്. അപ്പൊ ആ ഉലമാക്കൾ അവർ ലോകത്തിന് വലിയ റഹ്മത്താണ്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് റഹ്മത്തായിട്ട് മാത്രം നബിയെ തങ്ങളെ നമ്മൾ അയച്ചിട്ടുണ്ട്. ആ റഹ്മത്തായിട്ട് അയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ അവകാശികളായ ഉലമാക്കൾ അവര് ദയവുള്ളവര് ആണ്. എപ്പോൾ അവരുടെ ഇൽമ് നാഫി ആയാൽ. നാഫി അല്ല, അവരെക്കാൾ മോശമായവരും ഇല്ല. ഒരു ഹദീസിൽ നീണ്ടൊരു ഹദീസിൽ പറഞ്ഞു, പുറകിൽ കാലം വരാനുണ്ട്. ആ കാലം ഖുർആനിന്റെ പേര് ബാക്കിയുണ്ടാവും, ഇസ്ലാമിന്റെ പേര് ബാക്കിയുണ്ടാവും. ഇസ്ലാം ഇസ്ലാം എല്ലാം പറയും, ഹജ്ജ്, ഉംറ, നിസ്കാരം, സക്കാത്ത്, തസ്ബീഹ്, ദിക്ർ എല്ലാം പറയുന്നത് കേൾക്കും. ഖുർആൻ ഉണ്ടാവും, ഖുർആനിന്റെ റസ്മ്, അതിന്റെ പുറം അടയാളങ്ങൾ മുസാഹിഫിൽ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ നല്ല നല്ല ഓതാനറിയുന്ന ആളുകളുണ്ടാവും, ഖിറാഅത്ത് മത്സരങ്ങളൊക്കെ നടക്കും. പക്ഷെ അത് ഒരു ഭംഗി മാത്രമാണ്, ഹൃദയത്തിലുണ്ടാവുകയില്ല. നല്ല നല്ല പള്ളികൾ, അലങ്കരിക്കപ്പെട്ട നല്ല പള്ളി, എന്താ എല്ലാ സൗകര്യവുമുണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട് പള്ളികളിൽ. അക്കാലം അന്നുള്ള അന്നത്തെ ഉലമാക്കൾ ഈ ആകാശത്തിന്റെ താഴെ പാർക്കുന്ന ആളുകളിൽ ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും. മിന്നിന്ദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദ്. അവരിൽ നിന്നാണ് എല്ലാ ഫിത്നയും പുറപ്പെടുക. ആ ഫിത്നന്റെ നാശം അവർക്ക് തന്നെ. എന്തുകൊണ്ട് ഇഖ്ലാസില്ല? ഞാൻ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ്. മുർസലീങ്ങളുടെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ് എന്നുള്ള ആ ബോധം വേണം. അതില്ലെങ്കിലോ ഈ ദുനിയാവിൽ വലിയ പേരുണ്ടാവണം, പെരുമയുണ്ടാവണം, ആളുകളൊക്കെ എന്നെ ബഹുമാനിക്കണം, ഇതാണ് ചിന്ത. ആളുകൾ എന്നെ ബഹുമാനിക്കണം, എന്നെ വലുതാക്കണം, ഈ ചിന്ത. അപ്പോഴെന്താവുന്നു? പരസ്പരം അസൂയ. ഞാൻ വലുതാവണം, ഞാൻ വലുതാവണം, എന്നേക്കാൾ വലിയ ആൾ ഇവിടെ ഉണ്ടാവാൻ പറ്റൂല, ഞാനാണ് വലുത്. അത് എല്ലാ ഫിത്നക്കും നാശത്തിനും കാരണമായി തീരുന്നു. ഒരാളെ മറ്റൊരാൾക്ക് കണ്ടുകൂടാ, ഒരു ആലിമിന് മറ്റൊരു ആലിമിന് കണ്ടുകൂടാ. എന്താ കാരണം? വളർന്നു, എന്നേക്കാൾ വലുതായി, എന്നേക്കാൾ വലുതാൻ പറ്റില്ല, എന്നേക്കാൾ താഴെയാണ് എല്ലാവരും. ഈ ചിന്ത, ഇത് ഇഖ്ലാസല്ല, ഇത് ഇഖ്ലാസല്ല സഹോദരന്മാരെ. ആ ചിന്ത നമ്മളിൽ എന്ന് വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ തകർന്നു. മൻ തകബ്ബറ മൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വദഅഹുല്ലാഹ്. താഴ്മ ആര് ചെയ്തു, താഴ്മ ആര് ചെയ്തു, അവൻ അല്ലാഹു ഉയർത്തുന്നു. ആരാണ് അഹങ്കരിച്ച് ഞാൻ വലുത് ഞാൻ വലുത്, അവൻ അല്ലാഹു തആല തകർക്കുന്നു. ഇത് ഉലമാ ആവട്ടെ ആരാവട്ടെ, വലുത് എന്ന് കരുതി പോയാ അവൻ തകർന്നു. ഞാൻ അത്ര വലുതൊന്നുമല്ല എന്ന് കരുതിയാലോ അവൻ വയറുന്നു. അതാ ഞാൻ പറഞ്ഞ നമ്മളുടെ ഈ സ്ഥാപനത്തിന്റെ അവസ്ഥയും ഞാൻ പറയുന്നത്. അതുകൊണ്ട് തുടങ്ങി. ആ തുടങ്ങിയത് കൊണ്ട് ഇന്ന് അത് വളർന്നു. ഇന്നിവിടെ 10-18 ആളുകൾക്ക് ബിരുദം കൊടുക്കുന്നുണ്ട്. ആ ബിരുദം വാങ്ങുന്നിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ വരും. അവർക്കാണ് കസാല വെച്ചത്, അവരും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.
ഇത് പറഞ്ഞത് ഇഖ്ലാസ്, ഈ സ്ഥാപനത്തിൻ്റെ ഉത്ഭവം, ഇതിൻ്റെ വളർച്ച, ഇതാണ് പറഞ്ഞത്. ഇതിൻ്റെ ഫലം എന്താണ്? ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. അല്ലാഹു തആല ഞാൻ ദീനിറക്കി, ഞാൻ കാത്തു സലാമത്താക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്തം ഓരോ കാലത്തുമുള്ള ഉലമാഇനെയും ഉമറാഇനെയും പൊതുജനങ്ങളെയും അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു നബി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കണം. അങ്ങനെ ഈ സ്ഥാപനത്തിൽ നിന്ന് കുറേ ആളുകളെ പഠിപ്പിച്ചു. ഇന്നവർക്ക് എന്ത് ചെയ്യുന്നു? ബിരുദം കൊടുത്ത് പുറത്തിറക്കുന്നവരെ. എന്തിനാണ് പുറത്തിറക്കുന്നത്? പുറത്തിറക്കുന്നത് എന്തിനു വേണ്ടി? ബിരുദം വാങ്ങി ഉടനെ ചിന്തിക്കുന്നത് ഗൾഫിൽ പോകണം, പാസ്പോർട്ട് റെഡിയാക്കി വെച്ചിട്ട് കുറേ നാളായി, വീസക്കും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമ്മേളനം അത് 3-ാം തീയതിയാണ്. 3-ാം തീയതിൻ്റെ ശേഷമായാൽ മതി വീസ തരുന്നതും എല്ലാം പോക്കും എല്ലാം. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ നമ്മൾ ആ ഇഖ്ലാസോടുകൂടി തുടങ്ങി ഇതുവരെ വയർത്തി ഇവിടെ ഈ ഉണ്ടാക്കി ഈ അധ്വാനം മുഴുവൻ അത് എന്താവും എന്ന് മനസ്സിലാക്കണം. കഴിവുള്ളത് ഇരിക്കുന്ന ആളുകൾ പലർക്കും പല കഴിവുമുണ്ട്. ഇവിടെ ഈ പുറത്തിറങ്ങുന്ന ആളുകൾക്കും ഉണ്ടാവും. നമ്മളുടെ ഈ സൗത്ത് കനറയിൽ തന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന കുറേ പണ്ഡിതന്മാരുണ്ട്, അല്ലാത്തവർ ഈ സദസ്സിൽ ധാരാളമുണ്ട്. പല വിധത്തിലും നല്ല കഴിവുള്ളവരുണ്ട്. നല്ല പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളുണ്ട്, നല്ല കിതാബ് മനസ്സിലാക്കാൻ അറിയുന്ന ആളുകളുണ്ട്, എഴുതാൻ അറിയുന്ന ആളുകളുണ്ട്, പൊതുപ്രവർത്തനം നടത്താൻ അറിയുന്ന ആളുകളുണ്ട്, പലരുമുണ്ട്. എല്ലാവരും ഈ എല്ലാവരുടെയും കഴിവിനെയും ഒന്നിപ്പിക്കണം. ഒരുമിച്ച് കൂടി എല്ലാവരും നല്ല നിലയ്ക്ക് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം ഒന്നിച്ചു കൂടി പ്രവർത്തിക്കണം. ഇവിടെ പരസ്പരം ഒരാൾക്ക് പ്രസംഗരംഗത്തൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ എഴുത്തിൽ കഴിവുണ്ട്, അല്ലെങ്കിൽ ദർസ് നടത്താനിരിക്കുന്ന കഴിവുണ്ട്, അല്ല പൊതുപ്രവർത്തനത്തിന് കഴിവുണ്ട്. അങ്ങനെയുള്ള ആളുകളെ അവനെ അടക്കിയിരുത്തണം, അവനെ തകർക്കണം. അവനെന്താ അത്ര വലിയാന്ന് ഞാനാവണ്ടേ എന്നുള്ള ഈ ചിന്ത ഇത് വന്നാൽ തകർന്നു. സഹോദരന്മാരെ, ഇവിടെ ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ട ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതിരിക്കുന്ന കഴിവുകളെ തകർക്കാൻ വേണ്ടി ആരാണ് പരസ്പരം അസൂയ വെച്ചും കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് ഒരു മനുഷ്യനെന്താക്ക അവനെ അടക്കിയിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ഇത് നമ്മളുടെ ഈ സമൂഹത്തിന് ഉമ്മത്തിന് വലിയതായിരിക്കും, നഷ്ടമായിരിക്കും. എല്ലാവരും സഹകരിക്കണം. നമ്മളെല്ലാവരുടെയും ശക്തി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും? എഴുത്തുകാരൻ്റെ എഴുത്തും പ്രാസംഗികന്റെ പ്രസംഗവും ദർസ് നടത്താനുള്ള ആ കഴിവും പൊതുപ്രവർത്തനവും ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള കഴിവും ഇതൊക്കെയും ഒരുത്തൻ പ്രസംഗത്തിൽ വലിയ ഉഷാറായി അപ്പോഴേക്ക് പറയാൻ തുടങ്ങി. ഈ എന്ത് പ്രസംഗിക്കുന്നത്? കിതാബ് ഫീലും അറിയില്ല, വായിലും അറിയില്ല. അവനെ പറയുന്ന എനിക്ക് ഫീലും വായിലും അറിയോ? എനിക്ക് ഫീലും അറിയില്ല, വായിലും അറിയില്ല, മഫൂലും അറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യുക? ഫിത്തന ഉണ്ടാക്കുക. ഈ ഫിത്തന ഉണ്ടാക്കിയാൽ ഇത് ആർക്കാണ് ഈ നഷ്ടം? ആർക്കാ? സ്വന്തത്തിന് നഷ്ടം. മറ്റുള്ളവരെ നേട്ടം തിരിക്കുക, സ്വന്തം ഉത്തരവാദിത്ത ബോധം ഇല്ലാതിരിക്കുക. അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചതിരിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൻ്റെ ബോധമില്ലാതിരിക്കുക. ബിരുദം ഇറക്കി ബിരുദം കൊടുത്ത് ഇവിടുന്ന് പുറത്തിറക്കുന്നത് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ, സുന്നത്ത് ജമാഅത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ കഴിവ് അതിന് ഉപയോഗപ്പെടുത്തണം. ബിരുദം വാങ്ങി ഇറങ്ങുന്നവരും മുമ്പിറങ്ങിക്കഴിഞ്ഞവരും ഇനി ഇറങ്ങാനുള്ളതിരിക്കുന്ന ആളുകളും എല്ലാവരും നമ്മളുടെ ശക്തി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, കൂടുതലൊന്നും വേണ്ട, ഇവിടെ നമ്മളുടെ പ്രവർത്തനം ഈ സൗത്ത് കനറയിലുള്ള ആളുകളുടെ മാത്രം കഴിവിനെ ഉപയോഗപ്പെടുത്തിയാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും? മാണി ഉസ്താദിന്റെ കഴിവാണ്. അതിൽ മറ്റുള്ളവർ സഹകരിച്ചു, ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, ഇഖ്ലാസോടെ പ്രവർത്തിച്ചു. ഇതാ ഇത്ര വരുത്താൻ സാധിച്ചു. ഇനിയും പലതും നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും.
അതിൻ്റെ ഉത്തരവാദികളാണ് നമ്മൾ. ഇത് ബിരുദം നേടിപ്പോന്നിരിക്കുന്ന ആളുകളും മനസ്സിലാക്കണം. ഞാൻ വലുതായി, ബിരുദം വാങ്ങി, എനിക്കെല്ലാം തീർന്ന് ഇനി പഠിക്കാനില്ല എന്ന് വിചാരിച്ചു പോകരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നത്, റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹ് നീ എനിക്ക് ഇൽമേറ്റിത്താ. എത്ര പഠിച്ചാലും തീരുന്നില്ല, അതിന് അവസാനമില്ല. അത് ബഹറാണ്, മറുകരയില്ലാത്തിരിക്കുന്ന ബഹറാണ് ഇൽമ്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ബിരുദം വാങ്ങി പോന്നിരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തം അതാണ് നിങ്ങൾക്ക് ബിരുദം തന്ന് നിങ്ങൾക്ക് പൊരുത്തം തന്ന് അയക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ളത് ഇരിക്കുന്ന എല്ലാ പേരുകൊണ്ട് അറിയപ്പെടുത്തിയിരിക്കുന്ന ആളുകളും പാർട്ടികളും എല്ലാം അത് യഥാർത്ഥ ദീനല്ല, അതിൽ മായമുണ്ട്, കളവരക്കയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഹഖായ ദീൻ സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ ജമാഅത്ത്, അതിനെ ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുന്ന സഹാബാക്കൾ, ഇതാണ് ദീനുൽ ഇസ്ലാം. അല്ലാത്തത് ദീനുൽ ഇസ്ലാം അല്ല എന്ന് എല്ലാവരും വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. മായം ചേർത്താൽ, കളവരക്കയാക്കിയാൽ അത് യഥാർത്ഥമല്ല, ശരിയല്ല. ഇത് മനസ്സിലാക്കി എല്ലാവരും മൊത്തം ഈ സ്ഥാപനത്തിന് വേണ്ടിയും സുന്നത്ത് ജമാഅത്തിന്റെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും നമ്മളുടെ കഴിവ് എല്ലാം ഉപയോഗപ്പെടുത്തണം. എല്ലാ നാട്ടിലും എവിടെയാവട്ടെ, പ്രത്യേകിച്ചും ഈ നാട്ടുകാരായ നമ്മൾ, സൗത്ത് കനറക്കാർ, കർണാടക സ്റ്റേറ്റിൻ്റെ ആളുകളായ നമ്മളുടെ നാട്ടിലിരിക്കുന്ന സ്ഥാപനത്തെ വാഴ്ത്താൻ വേണ്ടി എല്ലാവരും അധ്വാനിക്കണം. അതിലും മറാക്കളും ഉലമാക്കളും പൊതുജനങ്ങളും ഉള്ള സ്ഥാപനങ്ങൾ വേണ്ട എന്നർത്ഥമല്ല, വേണം. ഇത് മറന്നു പോകരുത്. ഇവിടുന്ന് പഠിച്ചു പോയ ആളുകളും മറന്നു പോകരുത്. സുന്നത്ത് ജമാഅത്ത് അത് ഉറച്ച സുന്നിയായിരിക്കണം. അത് സൗഹാർദ്ദം, അങ്ങനെ അവരും അതും ആവാ ഇതും ആവാ. ദീന് പോയി ഈമാനില്ലാതെയായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കുമാരാവട്ടെ എന്ന് ദുആരുന്നും കൊണ്ട് ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.